തുടങ്ങിയല്ല നമുക്ക് തുടങ്ങാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയ എല്ലാ പഠിതാക്കൾക്കും സംഗീതമായ ഏകാദശം 8-ാം അധ്യായത്തിലെ 33 ഇനി എടുക്കണ്ടേ? അതെ അതെ. പിങ്കളയുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിങ്കളയ്ക്ക് മനപരിവർത്തനം ഉണ്ടായി എന്നുള്ള ശേഷമുള്ള അവളുടെ വാക്കുകളാണ്. എന്തുകൊണ്ടാണ് യദസ്തിഭിർനിർമ്മിതവംശവംശൂണം ത്വചാം രോമനഖൈ പിൺമൂത്രപൂർണം അതുപൈത്യകാന്യം. തൊട്ടുമ്പത്തെ ശ്ലോകത്തില് സ്ത്രീസുഖത്തെ ആഗ്രഹിക്കുന്നവൻ ആത്മചിന്തയ്ക്ക് യോഗ്യനല്ല, അവനോട് ചേരുന്നത് നിന്ദ്യമാണ്. രോഗാദികൾ കൊണ്ട് ദുഃഖിക്കുന്നവരോട് ചേരുന്നതുകൊണ്ട് ദുഃഖമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അതുപോലെ പരപുരുഷ സ്വീകരണത്തിൽ കിട്ടുന്ന പണം കൊണ്ട് ഉപജീവിക്കുന്ന പോലെ നിന്ദ്യമായ ഒരു പ്രവൃത്തി ലോകത്തിലില്ല. അതുകൊണ്ട് ഇതെത്ര കഷ്ടമാണ് എന്ന് വിചാരിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന തൻ്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. തന്റെ ശരീരം എന്ന് പറയുന്ന സ്ത്രീ എല്ലാവരുടെയാണ്, പുരുഷനായാലും സ്ത്രീയുടെ ആയാലും, പക്ഷെ തന്റെ കാര്യം എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് യാതൊരു ശരീരമാണ് അസ്ഥിഭിഹി നിർമ്മിത വംശം, എല്ലുകളെ കൊണ്ട്, അസ്ഥികളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വംശം. വംശം എന്ന് വെച്ചാൽ മുള എന്നർത്ഥം. മുളം തൂണുകൊണ്ട് നിർമ്മിച്ച വംശ്യസ്ഥൂണമാണ്. വംശ്യം എന്ന് പറയുന്നത് പഴയ ഭാഷ മൂന്തായം എന്നൊക്കെ പറയും. ഇതൊന്നും മനസ്സിലാകുമെന്നറിയില്ല. കഴുക്കോലുകളെ ബന്ധിപ്പിക്കുന്നതിന്റെ പേരാണ്. പിന്നെ കഴുക്കോല്, തൂണ് ഇവയോടും ത്വച രോമനഖൈപിനത്ഥം, തോലുകൊണ്ട് രോമനഖങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതും ക്ഷരൻ നവദ്വാരം, എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന നവദ്വാരങ്ങൾ, അകാരം ഏതത്, അവയുടെ ഒരു വീടാണ് ഈ ശരീരം. വിൺമൂത്രപൂർണം, അതിൻ്റെ അകത്ത് നിറച്ച് മലമൂത്രങ്ങൾ നിറഞ്ഞതാണ് ഈ ശരീരം. മത് ഉപൈതികാന്യ, അങ്ങനെയുള്ള എന്നിൽ നിന്നും അന്യക, ഇതരയായ യാതൊരാളെയാണ് പ്രാപിക്കേണ്ടത്. അന്യക, ഇതരയായ മറ്റൊരാളെയാണ് ഒരു പുരുഷൻ പ്രാപിക്കേണ്ടത്. ഈ ശരീരത്തിന്റെ ഒരവസ്ഥയെക്കുറിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുക. ഡോക്ടർമാരെ സംബന്ധിച്ച് വൈദ്യശാസ്ത്രത്തിൽ ഈ ശരീരം എന്ന് പറയുന്നത് മുള കൊണ്ടുണ്ടാക്കിയ ഈ കഴുക്കോലുകൾ വെച്ചുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മോന്തായം, അതിൻ്റെ 4 ദിക്കിലേക്കും കഴുക്കോലുകൾ കോർത്ത് ഒരു നട്ടല്, ആ നട്ടലിന്റെ ചുറ്റും താഴേക്കാക്കി വാരിയെല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കഴുക്കോലുകൾ, അങ്ങനെ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഒരു പുര പോലെയാണ് ഈ ദേഹം. ഈ ദേഹമാകുന്ന വീടിൻ്റെ അകത്ത്
എല്ലും ഓരോ ഭാഗത്തേക്ക് വ്യാപരിച്ചു കിടക്കുന്ന വാരിയെല്ലുകള്, കഴുക്കോലുകള്, കൈകാലുകള്, തൂണുകള്, രോമങ്ങൾ, നഖങ്ങൾ, തോല്, ഇവയെല്ലാം അടുക്കിന് ചേർത്ത് കെട്ടി മേഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വീടാണ്. ഇതിൻ്റെ അകത്ത് വിയർപ്പ്, തുപ്പല്, കഫം, മലം, മൂത്രം തുടങ്ങിയ എത്രയോ അശുദ്ധ വസ്തുക്കൾ ഒഴുകുന്ന 9 ദ്വാരങ്ങൾ ഇതിനുണ്ട്. ഇത്ര നികൃഷ്ടമായ ഈ ദേഹം ആണ് മനോഹരമാണെന്ന് കരുതി അതിനോട് ചേർന്ന് രമിക്കാൻ ഞാനല്ലാതെ മറ്റാരെങ്കിലും ആഗ്രഹിക്കുമോ? എന്റെ അറിവില്ലായ്മ എത്ര വലുതാണ്. സ്തനവും മാംസഗ്രന്ഥി എന്ന് പറഞ്ഞ് ഭർത്തൃഹരി ശ്ലോകം എഴുതിയിട്ടുണ്ട്. സ്തനങ്ങൾ ഒരു മാംസഗ്രന്ഥി അത്രേ ഉള്ളൂ. അതിനോട് ഇത്ര വലിയ മോഹം ഉണ്ടാവേണ്ട ആവശ്യം വാസ്തവത്തിൽ വൈദ്യശാസ്ത്ര ദൃഷ്ടിയ ഇല്ല. വൈദ്യന്മാർക്കാണ് തോന്നുകയില്ല. അതേപോലെയാണ് ഓരോരോ അവയവങ്ങൾ. എപ്പോഴും മൂക്കിൽ കൂടിയാണെങ്കിൽ എപ്പോഴും മൂക്കളെ ഒഴുകിക്കൊണ്ടേയിരിക്കും. വായിൽ കൂടിയാണെങ്കിൽ കഫവും അതേപോലെ തുപ്പലും ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ദുർഗന്ധം വഹിക്കുന്നതാണ് മൂക്കും വായും ഒക്കെ. ഒറ്റ രാത്രി കൊണ്ട് വായിക്കകത്തും ദുർഗന്ധം മാത്രമേ കിട്ടുകയുള്ളൂ. അതിനെയാണ് ശ്രേഷ്ഠമായ ഒരു രതിയായി കാമപേക്കൂത്തുകളായി കണ്ട അതിന്റെ പുറകെ മനുഷ്യൻ നടക്കുന്നത്. ചെവിയും അങ്ങനെ തന്നെ, നാഭിപ്രദേശങ്ങളും അങ്ങനെ തന്നെ, ജഘനപ്രദേശവും അങ്ങനെ തന്നെ, നിതംബവും അങ്ങനെ തന്നെ, മുൻഭാഗവും പിൻഭാഗവും ഓരോ ദ്വാരങ്ങളിൽ കൂടി മലമൂത്രങ്ങൾ പ്രവഹിക്കുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെയുള്ള ഒരു കൂടിനോട് ഇത്ര വലിയ താല്പര്യം ആർക്കാ ഉണ്ടാകുക എന്ന് അല്പം മുമ്പ് എത്ര മോഹത്തോളം സമീപിക്കുന്ന വസ്തുക്കളോട് നിമിഷം കൊണ്ട് പിങ്കിളയ്ക്ക് വിരക്തി ഉണ്ടാകാൻ. ഏതസ്ത്യഭിർനിർമ്മിത വംശസ്ഥൂണം ത്വചാം രോമനഖൈ പിനദ്ധം ക്ഷരന്നവദ്വാരമകാരമേതത് പിൻമൂത്രപൂർണം മധുപൈതി കാന്യാം. യദസ്ത്യഭിർനിർമ്മിത വംശസ്ഥൂണം ത്വചാ രോമനഖൈ പിനദ്ധം ക്ഷരന്നവദ്വാരമകാരമേതത് പിൻമൂത്രപൂർണം മധുപൈതി കാന്യാം. വിദേഹാനാം പുരേഹ്യസ്മിൻ അഹമേവൈകൈ അഹം ഏകൈവ മൂഢധീ യാന്യമിച്ഛന്ത്യസത്യസ്മാത് ആത്മദാത് കാമമച്യുതാത്. വിദേഹാനാം പുരേ, ഈ വിദേഹ രാജ്യത്തിൽ, അസ്മിൻ ഇതിൽ, അഹം ഏക ഏവ മൂഢധി, ഞാൻ ഒരുത്തി മാത്രമേ ഉള്ളൂ ഇങ്ങനെ മൂഢധിയായിട്ടിരിക്കുന്നവർ. യാ അന്യമിച്ഛന്തി, യാതൊരുവളാണോ അന്യം മറ്റൊരുവനെ ഇച്ഛന്തി ആഗ്രഹിക്കുന്ന അസതി, ആ അസതിയായ പതിവ്രതയല്ലാത്ത, അസ്മാത് ആത്മാത്, ഈ ആത്മാവിൽ നിന്നും, ആത്മദാത് അസ്മാത് ആത്മദാത് കാമം അച്യുതാത്, അസ്മാത് ഇവനിൽ നിന്നും, ആത്മദാത് ആത്മാവിനെ നൽകുന്നവനും, അച്യുതാത് ഒരിക്കലും നാശമില്ലാത്തവനുമായ അസ്മാത് ഇവരിൽ നിന്നും, അന്യം മറ്റൊരുവനെ ആഗ്രഹിക്കുന്ന പതിവ്രതയല്ലാത്ത ഒറ്റ ഒരുത്തി വിദേഹരാജ്യത്ത് ഞാൻ മാത്രം. വിദേഹം ദേഹം ഞാനല്ല എന്ന് വിചാരിക്കുന്ന ആളാണെന്ന് ഓർക്കണം. വിദേഹം കൊണ്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്, മിഥില മാറ്റിയിട്ട്. ദേഹത്തിൽ ഞാനെന്ന ഭാവം ഇല്ലാതിരിക്കുന്ന സ്ഥലമാണ് വിദേഹം. ആ വിദേഹത്തിൽ ജനിച്ചു വളർന്ന ഒരുവൾ ഞാൻ മാത്രമേ ഉള്ളൂ, ദേഹമാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിരിക്കുന്നവർ. ഇങ്ങനൊരു മൂഢയായി തീർന്നുവല്ലോ ഞാൻ. ആനന്ദസ്വരൂപനായ, നാശരഹിതനായ, പുരുഷോത്തമനായ ഈ ദേഹമാകുന്ന വീട്ടിൽ എപ്പോഴും അങ്ങനെ ഒരു ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കുക. അദ്ദേഹത്തെ ആദരിക്കാതെ ഞാൻ ഈ കുടലയുടെ വൃത്തി ആചരിച്ചു, മറ്റോരുത്തരെ ആഗ്രഹിച്ചല്ലോ, കഷ്ടം എന്റെ ജീവിതം.
മിഥിലയിലെ മാതൃകാ ദമ്പതിമാരാണ് സീതാരാമന്മാർ. അവിടെ എല്ലാവരും അവരെ പൂജിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാകും ആ പിങ്കളയിൽ ഉള്ളൂര് ഈ ഫോട്ടോ അവിടെ തൂക്കാനൊക്കെ കാരണമായത്. വിദേഹാനം പുരേക്ഷ്യസ്മിൻ അഹമേകൈവ മൂഢധീ യാന്യമിച്ഛന്തഫത്യസ്മാത് ആത്മദാത് കാമമച്യുതാത്. വിദേഹാനാം പുരേഹ്യസ്മിൻ അഹം ഏക ഏവ അഹമേകൈവ മൂഢധീ യാ അന്യം ഇച്ഛന്തി അഫതി അസ്മാത് ആത്മദാത്. യാ അന്യമിച്ഛന്ത്യഫത്യസ്മാദാത്മദാത് എന്നൊന്നിച്ച് വായിക്കാം. അല്ലെങ്കിൽ യാ അന്യമിച്ഛന്ത്യഫതി അസ്മാദാത്മദാത് കാമമച്യുതാത്. വിദേഹാനാം പുരേഹ്യസ്മിൻ അഹമേകൈവ മൂഢധീ യാ അന്യമിച്ഛന്ത്യഫത്യസ്മാത് ആത്മദാത് കാമമച്യുതാത്. സുഹൃത് പ്രേഷ്ഠതമോ നാഥ ആത്മാജായം ശരീരിണാം തം വിക്രീയാത്മനൈവാഹം രമേ അനേന യഥാ രമാം. സുഹൃത് പ്രേഷ്ഠതമോ നാഥ ആത്മാജായം ശരീരിണാം. ശരീരിണാം സുഹൃത്ത്, ശരീരികളുടെ സുഹൃത്ത്, ശരീരമുള്ളവരുടെ സുഹൃത്ത്. ശ്രേഷ്ഠതമഃ ഏറ്റവും ഉത്കൃഷ്ടനായിരിക്കുന്ന നാഥ രക്ഷിതാവായിരിക്കുന്നത് അയം ആത്മാ, ഈ ആത്മാവാണ്. ശരീരിണാം സുഹൃത്ത് ശ്രേഷ്ഠതമഃ ആത്മാ നാഥ ച അയം ആത്മാ. തം വിക്രിയ, അങ്ങനെയുള്ള ഈ ആത്മാവിനെ വിക്രിയ വിലക്ക് മേടിച്ചിട്ട് രമിക്കുന്നു. അനേന യഥാ രമ, അനേന ആത്മാവായിരിക്കുന്ന ഇവനോടുകൂടി യഥാ രമ ലക്ഷ്മി എന്ന പോലെ. ചൈതന്യമൂർത്തിയായിരിക്കുന്ന ഒരു ഭഗവാൻ ഈ ശരീരത്തിൽ ഉണ്ടായിരിക്കെ അത് കൂട്ടുകാരനാണ്, ഉത്കൃഷ്ടനാണ്, നാഥനാണ്, ആത്മാവാണ്. അങ്ങനെയുള്ള ഒരു ഭഗവാൻ കൂട്ടിന് എപ്പോഴും ഈ ദേഹത്തിൽ ഉണ്ടായിരിക്കെ ആ ദേഹത്തെ വെറും ഭൗതിക പിണ്ഡമായി ആരാണ് കാണുന്നത്? ഈ ആത്മശക്തിയായ ഭഗവാൻ ദേഹത്തിൽ ഇല്ലെങ്കിൽ ആരെങ്കിലും ഈ ദേഹത്തെ തിരിഞ്ഞു നോക്കോ? ഒരിക്കലും നമ്മൾ നോക്കില്ല. ആ ഭഗവാനോട് മഹാലക്ഷ്മി വിഷ്ണുവിനോട് എന്ന പോലെ ഞാനും എൻ്റെ ഹൃദയവാസിയായ ഭഗവാനോടാണ് രമിക്കേണ്ടത്. രമേ എന്ന് വെച്ചാൽ രമിക്കുന്നു എന്നർത്ഥം. രമേ, രമാവഹേ, രമാമഹേ എന്ന് ആത്മനേപതലിട്ടാണത്. മറ്റേ രമാ ലക്ഷ്മി ദേവിയാണ്. ഒന്ന് രമേ, ഒന്ന് രമാ. ഒന്ന് ക്രിയാപദം, ഒന്ന് നൗമം. ഇത്രയുള്ള വ്യത്യാസം. പ്രേഷ്ഠതമോ നാഥാം ആത്മാചായം ശരീരിണാം തം വിക്രീയാത്മനൈവാഹം രമേനേന യഥാ രമാം. സുഹൃത്പ്രേഷ്ഠതമോ നാഥാം ആത്മാചായം ശരീരിണാം തം വിക്രീയാത്മനൈവാഹം രമേ അനേന യഥാ രമാം. കിയത് പ്രിയം തേ വ്യഭജൻ കാമാം യേ കാമദാ നരാം ആദ്യന്തവന്തോ ഭാര്യായാം ദേവാവാ കാലവിദ്രുതാഹം. കിയത് പ്രിയം, എന്തു പ്രിയമാണ്? എത്തെ വ്യഭജൻ കാമാ യേ കാമദാ നരാഹ. കാമദാഹ നരാഹ, കാമത്തെ നൽകുന്ന, വിഷയകാമങ്ങളെ നൽകുന്ന മനുഷ്യരും ദേവാഹവ ദേവന്മാരും.
ദേവാഹ വാ ദേവന്മാരും ആകട്ടെ ആദ്യന്തവന്ത ആദ്യന്തങ്ങൾ ഉൽപ്പത്തി വിനാശങ്ങൾ ഉള്ളവരാണ്. കാലവിദ്രുതാഹ കാലത്താൽ ഓടിക്കുന്നവരാണ്. അങ്ങനെയുള്ള അവർത്തെ ഭാര്യായാഹ കിയത് പ്രിയം വ്യഭജൻ ഭാര്യയ്ക്ക് എന്തു പ്രിയത്തെയാണ് വിഭജിച്ചു കൊടുക്കുക? ഈ ലോകത്തിലോ പരലോകത്തിലോ അതിന്റെ അപ്പുറത്തുള്ള ഒരു ലോകത്തിലോ ഇതുപോലൊരു ഭർത്താവിനെ കിട്ടുമോ? എന്തുകൊണ്ടെന്നാൽ മറ്റെല്ലാവർക്കും ഉൽപ്പത്തി വിനാശങ്ങളും. ദേവന്മാര് കൂടി കാലഭയത്തിലകപ്പെടുന്നവരാണ്. പിന്നെ മനുഷ്യരുടെ കാര്യം പറയാനുമില്ല. എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മറ്റുള്ളവരെ എങ്ങനെ സുഖിപ്പിക്കാൻ പറ്റും? അതുകൊണ്ട് ഭാര്യയെ ഭരിക്കാനുള്ള ശക്തിയോ വൈഭവമോ ഈ പരമാത്മാവായ ഭഗവാൻ അല്ലാതെ മറ്റാർക്കുണ്ട്? ഇതേപോലൊരു ഇല്ല. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഭർത്താവായിട്ട് വരിക്കുന്ന ഭഗവാന് മാത്രമേ ഉള്ളൂ എന്ന് പിങ്കള മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ദാതരാം ദേവാവാ കാലവിദ്രുതാം കിയത് പ്രിയം തേ വ്യഭജൻ കാമായ കാമദാനരാം ആദ്യന്തവന്തോ ഭാര്യായ ദേവാവാ കാലവിദ്രുതാഹം നൂനം മേ ഭഗവാൻ പ്രീതോ വിഷ്ണു കേനാപി കർമ്മണാം നിർവേദോയം ദുരാശായ എന്മേ ജാതസുഖാവഹാം. നൂനം നിശ്ചയമായിട്ടും മേ എന്നോട് ഭഗവാൻ വിഷ്ണു പ്രീത വിഷ്ണു ഭഗവാൻ എന്നോട് പ്രീതനായിരിക്കുന്നു. കേനാപി കർമ്മണ എന്തോ ഒരു കർമ്മത്താണ് പൂർവജന്മാർജിതങ്ങളായ ഏതോ ഒരു കർമ്മം കൊണ്ട് ഭഗവാൻ എന്റെ നേരെ സംപ്രീതനായിരിക്കണം. നിർവേദോയം ദുരാശായ ദുർവിഷയങ്ങളോട് കൂടിയിരിക്കുന്ന എനിക്ക് എന്മേ ജാതഹ സുഖാവഹ സുഖത്തെ ഉണ്ടാക്കിത്തരുന്ന ഈ നിർവേദം ഈ വൈരാഗ്യം ജാതഹ ഉണ്ടായി. വൈരാഗ്യമാണ് സുഖം, രാഗമാണ് ദുഃഖം. ഓരോരോ വസ്തുക്കളോട് രാഗമുണ്ടാകുമ്പോൾ അടുപ്പമുണ്ടാകുമ്പോൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പേരാണ് ദുഃഖം എന്നുള്ളത്. ഒരു വിഷയത്തിനോടും രാഗമില്ലെങ്കിൽ പരമസുഖം. വൈരാഗ്യമാണ് ഏറ്റവും വലിയ സുഖം. നിർവേദോ അയം സുഖാവഹ ജാതഃ ഈ നിർവേദം എനിക്ക് സുഖാവഹമായി ഉണ്ടായിരിക്കുന്നു. ഞാൻ ദുരാശയോടുകൂടിയാണ് ഈ ലോക ജീവിതം നയിച്ചത് മുഴുവൻ. ദുഷ്ടമായ ആശയത്തോടു കൂടി വളർന്നു. എന്തൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ആ വിരക്തി വന്നെങ്കിൽ മാത്രമേ ഭഗവാൻ പ്രസാദിക്കൂ എന്ന്. അത് ഈ ജന്മം കൊണ്ടായിരിക്കില്ല, ജന്മജന്മാന്തരങ്ങളായ പുണ്യത്തിന്റെ ഫലം കൊണ്ടാണ് നിർവേദം ഉണ്ടാകാൻ പറ്റിയതും ഭഗവാൻ പ്രസാദിച്ചു. നൂനം മേ ഭഗവാൻ പ്രീതോ വിഷ്ണു കേനാപി കർമ്മണാം നിർവേദോയം ദുരാശായ എന്മേ ജാത സുഖാവഹാം. നൂനം മേ ഭഗവാൻ പ്രീതോ വിഷ്ണു കേനാപി കർമ്മണാം നിർവേദോയം ദുരാശായ എന്മേ ജാത സുഖാവഹാം. മൈവം ശുർമന്ദഭാഗ്യായ ക്ലേശാ നിർവേദഹേതവാം ഏനാനുബന്ധം നിർഹൃത്യ പുരുഷശ്രവമുച്ഛതി. മാ ഏവം മൈവം സ്യുഹു മന്ദഭാഗ്യായാഃ മന്ദഭാഗ്യായാഃ മമ ഭാഗ്യം മന്ദീഭവിച്ചവളായ എനിക്ക് നിർവേദഹേതവഃ വൈരാഗ്യത്തിന് കാരണമായിരിക്കുന്ന ക്ലേശാഹ ക്ലേശങ്ങൾ മാ ഏവം സ്യുഹു ഇങ്ങനെ ഭവിക്കയില്ല. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഭഗവാൻ എന്നോട് പ്രസാദിച്ചിരുന്നില്ല എങ്കിൽ
എന്റെ പൂർവജന്മാർജിതമായ കർമ്മം കൊണ്ട് വിരക്തി വന്നില്ല എങ്കിൽ, ഭഗവാൻ പ്രസാദിച്ചിരുന്നില്ല എങ്കിൽ, ഭാഗ്യഹീനയായ എനിക്ക് ഈ ക്ലേശം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏന അനുബന്ധം നിർഹൃത്യ പുരുഷ സമവൃക്ഷതി. യാതൊരു വൈരാഗ്യം കൊണ്ട് പുരുഷൻ അനുബന്ധമായ പിന്തുടർന്നു വരുന്ന ദേഹബന്ധത്തെ നിർഹൃത്യ മുറിച്ചു കളഞ്ഞിട്ട് ശമം വൃക്ഷതി, ശമത്തെ പ്രാപിക്കുന്നു. വൈരാഗ്യം കൊണ്ടല്ലാതെ ശമം ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ജന്മസാഫല്യം വരുത്തുന്ന മോക്ഷം സിദ്ധിക്കാൻ മുഖ്യ കാരണം വൈരാഗ്യമാണ്. ഭഗവത് കാരുണ്യം ഉണ്ടായത് കൊണ്ടാണ് എന്ന് ഞാനിപ്പോ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഭാഗ്യവതിയാണ്. മന്ദഭാഗ്യയായ ഞാനല്ലായിരുന്നെങ്കിൽ ക്ലേശിച്ചുകൊണ്ടേ ജീവിതം കഴിച്ചു കൂട്ടുവാൻ. ഈ വേശ്യാവൃത്തി കൊണ്ട് തന്നെ എനിക്ക് സുഖമല്ല ഉണ്ടാവുക, ആ സുഖം തൽക്കാലമാണ് എന്ന് എന്നെ പഠിപ്പിച്ചത് ഈ വൃത്തി കൊണ്ട് തന്നെയാണ്. യാതൊന്നുകൊണ്ട് ഞാൻ സുഖമനുഭവിച്ചോ അതുതന്നെ എന്നെ ദുഃഖിപ്പിക്കാൻ കാരണമായി. യാതൊരു കയറുകൊണ്ട് കെട്ടിയോ ആ കയറുകൊണ്ട് തന്നെ കെട്ടഴിക്കണം, അയക്കാൻ പറ്റുള്ളൂ, വേറൊന്നും പറ്റില്ല. യാതൊരു മനോഭാവം കൊണ്ട് ദുഃഖിച്ചുവോ ആ മനോഭാവം കൊണ്ട് തന്നെ ആനന്ദം അനുഭവിക്കുകയും ചെയ്യാം. ഒരു മനസ്സുകൊണ്ടാണ് ഈ ദുഃഖവും ആനന്ദവും അനുഭവിക്കുന്ന രണ്ട് മനസ്സുകൊണ്ടല്ല. അതുകൊണ്ട് മന്ദഭാഗ്യായാഹ നിർവേദഹേതവഃ മമ ഏവം ക്ലേശാഹ. മന്ദഭാഗ്യയായ എനിക്ക് നിർവേദത്തിന് കാരണമായ ക്ലേശങ്ങൾ ഏവം മാ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല. ഈ ഭൗതിക ലോകബന്ധത്തെ മാറ്റിയിട്ട് ഞാൻ ശമത്തെ ആഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ട് നൈവം സുർമന്ദഭാഗ്യായ ക്ലേശഹേതവാം ഏനാനുബന്ധം നിർഹൃത്യ പുരുഷ സമമൃച്ഛതി. നൈവം സുർമന്ദഭാഗ്യായ ക്ലേശ നിർവേദഹേതവാം ഏനാനുബന്ധം നിർഹൃത്യ പുരുഷ സമമൃച്ഛതി. തേനോപകൃതമാദായ ശിരസാം ഗ്രാമ്യസംഗതാഃ ത്യക്ത്വാ ദുരാശാ ശരണം വ്രജാമിത്തമധീശ്വരം. തേന അവനാൽ, ആ ഭഗവാനാൽ ഉപകൃതം ഉപകരിക്കപ്പെട്ട ചെയ്യപ്പെട്ട ഈ സത്കർമ്മങ്ങളെ ശിരസ ആദായ ശിരസ് കൊണ്ട് സ്വീകരിച്ചിട്ട്, തലകുണിച്ച് സ്വീകരിച്ചിട്ട്, ഗ്രാമ്യസംഗതാഃ ദുരാശാഃ ത്യക്ത്വ, ഗ്രാമ്യസംഗതമായ ഗ്രാമങ്ങളുമായി ചേർന്നിരിക്കാൻ പറ്റുന്ന ദുരാശകളെ ത്യക്ത്വ ത്യജിച്ചിട്ട്, അധീശ്വരം തം വ്രജാമി, അധീശ്വരനായ ഭഗവാനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കും. ആ ഭഗവാന് നൽകപ്പെട്ട ഒരു ഉപകൃതമാണ് ഈ വൈരാഗ്യം. ഈ വൈരാഗ്യമാണ്, വിരക്തിയാണ് പിള്ളേർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഇതേപോലെ ഈ വിഷയത്തിൽ അല്ലെങ്കിലും നമ്മളെല്ലാം ഏതെങ്കിലും വിഷയങ്ങൾ ആസക്തരാണ്. ഈ പിങ്കള കാത്തിരുന്നത് പോലെ പലതിനും വേണ്ടി പല രാപകലുകളില്ലാതെ കാത്തിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ഒരു ദിവസമെങ്കിലും അതിൽ നിന്നും വിരക്തി ഉണ്ടായി, ഈ കാത്തിരിപ്പല്ല എനിക്ക് വേണ്ടത്, എന്റെ കൂടെ എന്നെ നടത്തിക്കൊണ്ടുപോകുന്ന ശക്തിമത്തായ ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കെ മറ്റാരെയും ആശ്രയിച്ച് കാത്തിരുന്നിട്ട് എന്താണ് കഥ? ഒരിക്കലും ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട് എന്ന്
അറിയണമെങ്കിൽ ഈ വൈരാഗ്യം വിരക്തി ഉണ്ടാവുക തന്നെ ചെയ്യണം. തേന ഭഗവാനാൽ നൽകപ്പെട്ട ഈ ഉപകൃതം ശിരഫാദായ തലകുനിച്ചു സ്വീകരിച്ചുകൊണ്ട് ഗ്രാമ്യസംഗതമായ ദുരാശകളൊക്കെ ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ടേ ഉണ്ടാവുള്ളൂ. ആശകളും ദുരാശകളും അങ്ങനെ ഉണ്ടാകുക. അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് എല്ലാറ്റിൻ്റെയും അധീശ്വരനായ അങ്ങേ തന്നെ ഞാനിതാ ഇപ്പൊ ശരണം പ്രാർത്ഥിക്കും. തേനോപകൃതമാദായാം ശിരസാഗ്രാമ്യസംഗതാം തെക്വാ ദുരാശാശരണം പ്രജാമിതമധീശ്വരം. തേനോപകൃതമാദായ ശിരസാഗ്രാമ്യസംഗതാം തെക്വാ ദുരാശാശരണം പ്രജാമിതമധീശ്വരം. സന്തുഷ്ടാശ്രദ്ധത്യേതൻ യഥാലാഭേന ജീവതി വിഹരാമ്യമുനൈവാഹം ആത്മന രമണേന വൈ. സന്തുഷ്ട ശ്രദ്ധതി ഏതത് യഥാലാഭേന ജീവതി. ഏതത് ഇതിനെ, ഈ വിരക്തിയെ ശ്രദ്ധിക്കുന്നവളും യഥാലാഭേന അതിന്റെ ലാഭം കൊണ്ട് സന്തോഷിക്കുന്നവളുമായി ഞാൻ ജീവിക്കുന്നവളായി. കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുകയും ജീവിക്കുകയും ചെയ്യലാണ് ജീവിതത്തിന്റെ ആനന്ദപ്രദമായ തത്വം. അതാണ് ഏതത് ശ്രദ്ധതി യഥാലാഭേന സന്തുഷ്ടാ ജീവതി. ഈ വൈരാഗ്യത്തെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ആ കിട്ടിയ ലാഭം കൊണ്ട് സന്തുഷ്ടയായിട്ട് ജീവിക്കാൻ പറ്റും. സന്തുഷ്ടത ജീവിതത്തിൽ ഉണ്ടാകുന്നത് വിരക്തി വരുമ്പോൾ മാത്രമേ. ആസക്തി വന്നാൽ ഒരിക്കലും സന്തുഷ്ടി ഉണ്ടാകില്ല. വിഹരാമി അമുനൈവാഹം ആത്മനാ രമണേന വൈ. വിഹരാമി ഞാൻ വിഹരിക്കുന്നു, പീഡിക്കുന്നു. അമുന രമണേന ഈ രമണനോടൊപ്പം, എന്നെ രമിപ്പിക്കുന്ന സാക്ഷാൽ ഭഗവാനായ ഈ രമണനോട് ചേർന്ന് ആത്മാവാകുന്ന ആത്മന അമുന രമണേന, ആത്മാവാകുന്ന ഈ രമണനോട് ഒത്തുചേർന്ന് വിഹരാമി വൈ, എന്റെ പ്രിയഭർത്താവായ ആത്മാവിനോട് കൂടിച്ചേർന്ന് ഞാൻ ഇനി മുതൽ രമിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് പിങ്കള ഭഗവാനെ പ്രാപിക്കുന്നത്. ഇനിയും ഉറപ്പാണ് പിങ്കള തിരിച്ചു പോരില്ല. തന്റെ ഭർത്താവ് ഭഗവാൻ തന്നെ. ഭരിക്കുന്നവനാണ് ഭർത്താവെങ്കിൽ തന്നെ ഭരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അല്ല, തന്നെ ആനന്ദിപ്പിക്കുന്നവനോ പീഡിപ്പിക്കുന്നവനോ കാമലീല നടത്തുന്നവനോ എന്നല്ല ഭർത്താവിനെ വിളിക്കുക. ഭർത്താവ് എന്നുള്ള വാക്കിനർത്ഥം ഭരിക്കുന്നവൻ. അങ്ങനെയാണ് തന്റെ ഭർത്താവ് ഈശ്വരൻ തന്നെയാണ്. സന്തുഷ്ടാശ്രദ്ധത്യേതൽ യഥാലാഭേന ജീവതി വിഹരാമ്യമുനൈവാഹം ആത്മനാ രമണേന വൈ. സന്തുഷ്ടാശ്രദ്ധത്യേതൽ യഥാലാഭേന ജീവതി വിഹരാമ്യമുനൈവാഹം ആത്മനാ രമണേന വൈ. സംസാരകൂപേ പതിതം വിഷയർ മുഷിദേക്ഷണം ഗ്രസ്തം കാലാഹിനാത്മാനം പുണ്യസ്ത്രാതുമധീശ്വരാം. സംസാരകൂപേ പതിതം വിഷയേഹി മുഷിദേക്ഷണം. പ്രപഞ്ചമാകുന്ന സംസാരകൂപത്തിൽ വീണിട്ട് വിഷയേഹി മുഷിദേക്ഷണം, വിഷയങ്ങളെ കൊണ്ട് കണ്ണുകൾ മോഷ്ടിക്കപ്പെട്ടവളായിട്ട് കാലാഹിന ആത്മാനം ഗ്രസ്തം, കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട ആത്മാവോട് കൂടിയവളായിട്ട് ഓ അന്യഹ താതും അധീശ്വരൻ. അങ്ങനെയുള്ള ഒരു ആത്മാവിനെ രക്ഷിക്കാൻ ഏതൊരുത്തനാണ് അധീശ്വരൻ? അങ്ങയ്ക്ക് മാത്രമല്ല പറ്റും. ഈ പ്രപഞ്ചമാകുന്ന കിണറ്റിൽ വീണിരിക്കാറ്, സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ്
അതിൻ്റെ അകത്തുള്ള വിഷയാശകളാകുന്ന പൊടികൾ കൊണ്ട് നിറഞ്ഞ മനസ്സോടെ കണ്ണിന്റെ ശരിയായ കാഴ്ച നഷ്ടപ്പെട്ട് കാണേണ്ടത് കാണാൻ പറ്റാത്തതാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. ഇനിയും കാലസ്വരൂപിയായ ഒരു സർപ്പം ജനിച്ചപ്പോൾ മുതൽ കൂടെയുണ്ട്. അതാണ് മൃത്യു. അങ്ങനെ ശരിയായ ഈ അറിവ് ലഭിക്കാത്ത എന്നെ രക്ഷിക്കാൻ ആർക്കാണ് സാമർഥ്യമുള്ളത്? സംസാരകൂപത്തിൽ മുങ്ങി വിവേകം നഷ്ടപ്പെട്ട് ജനനമരണങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന ഓരോ ജീവികളെയും ഈ അഗാധ ദുഃഖത്തിൽ നിന്നും കരകയറ്റി രക്ഷിക്കാൻ ബ്രഹ്മാവ് മുതലുള്ള ആർക്കും ശക്തിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത്? ആ ഭഗവാനെ തന്നെ, അദ്ദേഹത്തിനെ ഇതിനിടയുള്ളൂ. ബാക്കി ആരും ഇതിന് ശക്തരല്ല. സംസാരകൂപേ പതിതം വിഷയർമുഷിതക്ഷണം ഗ്രസ്തം കാലാഹിനാത്മാനം കോജ്ഞസ്ത്രാതുമധീശ്വരം. സംസാരകൂപേ പതിതം വിഷയർമുഷിതക്ഷണം ഗ്രസ്തം കാലാഹിനാത്മാനം കോജ്ഞസ്ത്രാതുമധീശ്വരം. ആത്മൈവ ഹ്യാത്മനോ ഗോപ്താം നിർവിദ്യേത തദാഖിലാത് അപ്രമത്ത ഇതം പശ്യത് ഗ്രസ്തം കാലാഹിനാ ജഗത്ത്. ആത്മാ ഏവ ഹി ആത്മനോ ഗോപ്ത. ആത്മാവ് തന്നെയാണ് ആത്മാവിനെ രക്ഷിക്കുന്നത്. ആത്മൈവ ഹി ആത്മനോ ബന്ധു എന്ന് ഗീത പറയും. ആത്മൈവ ഹി ആത്മനോ ഗോപ്ത. ഗോപ്താവ് രക്ഷിക്കുന്നവൻ. തന്നെ രക്ഷിക്കാൻ തന്റെ ആത്മാവിന് മാത്രമേ പറ്റുള്ളൂ. മറ്റൊരാളെ കൊണ്ട് പറ്റും എന്നുള്ളത് നമ്മുടെ ഒരു വിചാരം മാത്രമാണ്. ഓരോ ജീവജാലങ്ങളിലെയും ദുഃഖത്തെ തീർത്തു കൊടുക്കാൻ ആർക്ക് പറ്റും? ദുഃഖിക്കുന്നവർക്ക് ദുഃഖത്തെ തീർക്കാൻ പറ്റുമോ? ഞാൻ തന്നെ ദുഃഖിച്ചിരിക്കാം, പിന്നെ ഞാൻ നിങ്ങളുടെ ദുഃഖം തീർക്കാൻ വരിക. എന്നെ ദുഃഖം ഞാൻ ആരോട് പറയും? ആരോട് പറഞ്ഞാൽ ഇതാണ്. മാതാവായാലും പിതാവായാലും ഗുരുവായാലും ഇവരൊക്കെയും എന്ത് ചെയ്യുന്നവരാണ്? ഭൗതിക ലോക ജീവിതത്തിന്റെ ദുഃഖം ഏറ്റുവാങ്ങി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് മറ്റൊരാളെ രക്ഷിക്കാൻ എങ്ങനെ പറ്റും? അതുകൊണ്ട് തന്റെ രക്ഷിതാവ് താൻ തന്നെയാണ്. ആരാണ് ആത്മാവ്? തന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജഗദീശ്വരൻ. ആ രക്ഷ മാത്രമേ നമുക്ക് സുരക്ഷിതമാവുള്ളൂ. നിർവിദ്യേത യഥാ അഖിലാത്. എപ്പോഴാണോ അഖിലാത് നിർവിദ്യേത, എല്ലാറ്റിൽ നിന്നും നിർവേദം പ്രാപിക്കുന്നത് എപ്പോഴാണോ, സകല വിഷയാശകളിൽ നിന്നും സകല ഭൗതിക പദാർത്ഥങ്ങളിൽ നിന്നും എപ്പോഴാണോ വിരക്തി പ്രാപിക്കുന്നത്, അപ്രമത്തഃ ഇദം പശ്യേത്. ഈ വിഷയങ്ങളെയൊക്കെ അപ്രമത്തനായിട്ട് സാവധാന ചിത്തനായിട്ട് ഇളകിമറിയുന്ന മനസ്സോടെ അല്ല, ശമപ്രധാനമായ മനസ്സോടെ ഇതം പശ്യേത്, ഈ ലോകത്തെ കാണണം. കാലാഹിനാഗ്രസ്തം ജഗത്ത്. ഈ ജഗത്ത് കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെട്ടതാണ്. അതെന്നെ എഴുത്തച്ഛൻ രാമായണത്തിൽ കാലാഹിന പരിഗ്രസ്തമായ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ നേടുന്നു എന്ന് പച്ചമലയാളത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞത് തന്നെയാണ്. ഈ ലോകം മുഴുവൻ കാലസർപ്പത്താൽ വിഴുങ്ങപ്പെട്ടിരിക്കുകയാണ്. ഓരോ സമയവും ദിവസവും കാലവും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തിരിച്ചു വരില്ല. യമധർമ്മൻ കൊണ്ടുപോകുന്ന ഒരാളും തിരിച്ചു വരാത്തത് പോലെ ഈ കാലമാകുന്ന സർപ്പം ഓരോ നിമിഷത്തെയും വിഴുങ്ങി തീർക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ, ദിവസങ്ങൾ, അനുഭവങ്ങൾ തിരിച്ചു വരില്ല. വെറുതെ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കാം, അത്ര തന്നെ. പോയത് തന്നെ തിരിച്ചു വരില്ല. ഗതം സർവം ഉപേക്ഷണീയം. അത് കാലത്തിന്റെ സ്വഭാവമാണ്. ഇതെല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട്
കാലം ഇങ്ങനെ എല്ലാറ്റിനെയും വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഒരു സർപ്പം പോലെയാണ്. അങ്ങനെ കാലസർപ്പത്താൽ ജഗത്ത് മുഴുവൻ വിഴുങ്ങപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അപ്രമത്തനായി മാത്രം വേണം ഈ വിഷയങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തീരുന്നതാണ്. ഞാനും പാമ്പന്റെ വായിലിരിക്കുന്ന തവള ഭക്ഷണം അന്വേഷിക്കുന്ന പോലെ രാമായണം പറഞ്ഞത് തന്നെയാണ്. ഭൗതിക വിഷയങ്ങളിലേക്ക് ആസക്തിയായിട്ട് ഞാൻ ഓടി നടക്കുമ്പോൾ എപ്പോ വേണേ ഞാൻ കുഴഞ്ഞു വീണ് മരിക്കാം. ഇന്ന് കേൾക്കുന്ന വാർത്ത അതാണ്. അപ്പോൾ വിദഗ്ധി വന്ന് തന്നെ കൊണ്ട് തന്നെ രക്ഷിക്കുന്നവനാണ് ഉത്തമനായ മനുഷ്യൻ എന്ന് ഒരു സ്വയം തിരിച്ചറിവ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ വിദഗ്ധി വന്ന് തിരിച്ചങ്ങോട്ട് മടങ്ങാൻ പറ്റുള്ളൂ. വിദഗ്ധി വന്ന് മടങ്ങിയാലും ഈ കാലസർപ്പത്താൽ വിഴുങ്ങപ്പെടും. പക്ഷെ അപ്പൊ എന്തില്ല? സുഖാന്വേഷണത്തിന്റെ ആഗ്രഹമില്ല, ആശയില്ല, വിദഗ്ധി മാത്രമേ ഉള്ളൂ. എപ്പോ വേണമെങ്കിൽ ഈ മൂർത്തി വന്നോട്ടെ കൊണ്ടുപോകും. എനിക്കിനി ഒന്നും ചെയ്യാനില്ല, നേടാനില്ല, ഒന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ മൃത്യുവിനെ പോലും ഭയപ്പെടുത്തുന്നു. മൃത്യു പോലും ഭയന്നു പോകും അടുത്തോട്ട് വരാൻ. കാരണം എന്താണ്? ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഒന്നും ചെയ്യാനില്ല, എപ്പോ വേണേ വന്നോളൂ. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആ മൃത്യുവിനെ വരിക്കാൻ കാത്തിരിക്കുന്ന ഒരാൾക്ക് വിരക്തി ഉണ്ടെങ്കിൽ മാത്രമേ. ഈ പരീക്ഷത്തിന്റെ വിരക്തിയാണ് 7 ദിവസം കൊണ്ട് ഭാഗവതം ഉണ്ടാക്കിയത്. സപ്താഹേന നൃപ പരീക്ഷിതം. 7 ദിവസം കൊണ്ട് പരീക്ഷിത രാജാവിന് വിരക്തി ഉണ്ടാക്കാൻ പറ്റും. അബലായ അമർത്ഥത പിങ്കള. അബലയായ പിങ്കളയ്ക്ക് യാമാർത്ഥം മതിയായിരുന്നു. ഖട്വാങ്കോ ഖടികാദ്വയേന. ഖട്വാങ്കന് 2 മണിക്കൂർ നേരം. എങ്കിൽ നവതി പ്രായോ വിതർണം വ്യഥേ. 90 വയസ്സുള്ള എനിക്ക് ഒരു വ്യഥയുമില്ല. ശേഷിക്കുന്ന ആയുസ് മുഴുവൻ ഈ വിരക്തി വന്ന് അവിടേക്ക് സമർപ്പിക്കാൻ പോകാം. വിരക്തി വരാൻ മരിക്കുന്നതിന് മുമ്പ് 1/2 നിമിഷം മാത്രം മതി. 99 വയസ്സായവർക്കും വിരക്തി ഉണ്ടാവാം. മതി. ആ വിരക്തി കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് ഇത്രയും കാലം എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊരു വിചാരമേ വേണ്ട. ഈ നിമിഷം എന്താണോ പറ്റുന്നത് അത്. ഇനി എത്ര ആണെന്ന് എനിക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ശേഷിക്കുന്ന ആയുസ് മുഴുവൻ ആയുഷാതോഷയെ. ശേഷിക്കുന്ന ആയുസ് മുഴുവൻ എനിക്ക് വിരക്തി കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ ഇടയാവട്ടെ എന്നൊരു കവി പാടിയതുപോലെ. ആത്മൈവ ഹ്യാത്മനോ ഗോപ്താനറുവിദ്യേതയദാഖില അപ്രമത്ത ഇതം പശ്യദ്ഗ്രസ്തം കാലാഹിനാ ജഗത്ത്. ആത്മൈവ ഹ്യാത്മനോ ഗോപ്താനറുവിദ്യേതയദാഖിലാത് അപ്രമത്ത ഇതം പശ്യദ്ഗ്രസ്തം കാലാഹിനാ ജഗത്. ഇത്രയുമാണ് പിങ്കളയുടെ വിചാരം എന്ന് ഈ ബ്രാഹ്മണൻ നമ്മോട് പറയുകയാണ്. ബ്രാഹ്മണ വാചം ഏവം വ്യവസിതമതൻ ദുരാശാം കാന്തദർശജാം ചിത്തോപശമമാസ്ഥായ ശയ്യാം പൂവേശഫാം. ഏവം വ്യവസിതമതി. ഇങ്ങനെ ഉറപ്പിച്ചിട്ട് മനസ്സുകൊണ്ട് വ്യവസിതമായി ഉറക്കപ്പെട്ടവര്. അവ്യവസിതമല്ല, വ്യവസിതമാണ്. ഇനി ആർക്കും ഇതിൽ തന്നെ മാറ്റാൻ പറ്റില്ല. ഏവം വ്യവസിതമതി ദുരാശാം. ദുരാശേ കാന്തതർഷജാം. ദുരാശ കാന്തനെ വശീകരിക്കണമെന്നുള്ള ദുരാശയിൽ നിന്നും കാന്തതർഷജാം കാന്തന്മാരായ 100 കണക്കിന് സുന്ദരന്മാരെ വശീകരിച്ച് സുഖമനുഭവിക്കണം എന്നുള്ള ആ ദുരാശയിൽ നിന്നും വ്യവസിതമതി നിശ്ചയിച്ച മനസ്സോടുകൂടിയുള്ളതായിട്ട് ഉപശമമാസ്ഥായ ആ ദുരാശയെ മുറിച്ചു കളഞ്ഞിട്ട് ഉപശമം ആസ്ഥായ ഉപശാന്തിയെ സ്വീകരിച്ചിട്ട് അവൾ ശയ്യാം ഉപവിവേശം കിടക്കയിലേക്ക് സുഖമായി കിടന്നുറങ്ങി. ആ അർദ്ധരാത്രിക്ക് മുമ്പ് പൂർവ്വരാത്രി മുഴുവൻ പിങ്ങളൊക്കെ ഉറക്കം വന്നിട്ടില്ല. എന്താ ആരും വരാത്തത്?
എന്നിങ്ങനെ കുറെ ചിന്തകൾ കൊണ്ട് ആരെങ്കിലും വെളിയിൽ മൃഗനക്കുന്ന കേട്ടാൽ ഒരു പക്ഷി ഇരച്ചാൽ അത് ഒരുത്തനാണോ എന്നിങ്ങനെ ആശങ്കിച്ച് അർദ്ധരാത്രി വരെ കഴിഞ്ഞ പിങ്കള ഈ ഒരൊറ്റ ചിന്ത കൊണ്ട്, അതാണ് യാമാർത്ഥത പിങ്കള. ഒരു യാമത്തിന്റെ പകുതി, അരയാമം കൊണ്ട് പിങ്കളയ്ക്ക് മനഃപരിവർത്തനമുണ്ടായി കിടക്കയിൽ വന്ന് സുഖമായി കിടന്നുറങ്ങി, ഒരു ദുഃഖമില്ല. ഏവം വ്യവസിതമത ദുരാശം കന്തദർശജാം ചിത്തു ഉപശമമാസ്ഥായ ശയ്യാം ഉപവേശഫാം. ഏവം വ്യവസിതമത ദുരാശം കന്തദർശജാം ചിത്തു ഉപശമമാസ്ഥായ ശയ്യാം ഉപവേശഫാം. ഈ കഥയുടെ സാരാംശത്തെ ആ ബ്രാഹ്മണൻ ഒരു ശ്ലോകത്തിൽ ഉദാഹരിച്ച് ഈ പ്രകടനം ഉപസംഹരിക്കാം. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സംഛിദ്യകാന്താശാം സുഖം സ്വാപപിംഗളാ. ആശാഹി പരമം ദുഃഖം, ആശകളാണ് പരമമായ ദുഃഖം. നൈരാശ്യം പരമം സുഖം, നൈരാശ്യമാ ആശയില്ലാതിരിക്കലാണ് പരമമായ സുഖം. ഇത് നമുക്ക് അനുഭവസിദ്ധമാണ്. എന്തിനെക്കുറിച്ചും നിസ്സാരമായ ആശങ്ക. ഒരു പേന വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ആശ മുതൽ എത്രയോ വലിയ വലിയ ആശകൾ കൂടി സഞ്ചരിച്ചാൽ അത് കിട്ടുന്നിടം വരെ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. കിട്ടിയാൽ അതിൻ്റെ ഉപയോഗത്തിൽ ആശങ്ക കൊണ്ട് ദുഃഖിക്കും. അത് കേടായാൽ പിന്നെ പരമദുഃഖമാണ്. എന്നിങ്ങനെ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ച് കിട്ടിയാലും ദുഃഖം മാത്രമേ ശേഷിക്കും. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം. ആശിക്കാതെ കിട്ടാം, ആശിച്ചേ കിട്ടൂന്നില്ല. ആശിക്കാതെ എത്ര ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചല്ല, പക്ഷെ ഇതൊക്കെ എനിക്ക് കിട്ടി. അതാണ് പരമസുഖം. ഒരാഗ്രഹവും ഇല്ലാതെ നമുക്ക് കിട്ടുന്നതൊക്കെയാണ് പരമസുഖം. നൈരാശ്യം പരമം സുഖം. ഇതെങ്ങനെ പഠിച്ചു? എപ്രകാരമെന്നാൽ സംക്ഷിപ്യ കാന്താശാം, കാമുകന്മാരുള്ള ആശയം മുറിച്ചു കളഞ്ഞിട്ട് സുഖം സ്വാപ പിങ്കള, പിങ്കള സുഖമായി കിടന്നുറങ്ങിയില്ലേ. ഒരൊറ്റ ഉദാഹരണം മാത്രം ഉദാഹരിച്ചുകൊണ്ട് ഈ പ്രകടനമാണ് ഉപസംഹരിക്കാം. ഈ പിങ്കളാ പ്രകടനത്തിന്റെ സൂത്രവാക്യം ഇതുമാത്രം. ആശാഹി പരം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സംഛിദ്യകാന്താശാം സുഖം സ്വാപപിംഗള. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സംഛിദ്യകാന്താശാം സുഖം സ്വാപപിംഗള. അങ്ങനെ ഏകാദശ സ്കന്ധത്തിലെ ഓരോരുത്തരും എങ്ങനെ ഗുരുവായിത്തീരുന്നു എന്ന് ഉപന്യസിച്ചെന്ന് പിങ്കളയുടെ കഥ ഉപന്യസിച്ച് പിങ്കളെ ഞാൻ ഗുരുവായി സ്വീകരിച്ചു എന്ന് ഈ അവധൂത ബ്രാഹ്മൺ പ്രഖ്യാപിച്ചതോടെ 8ാം അധ്യായം സമാപിച്ചു. ഇനി 9ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർക്കാം, അല്ലെങ്കിൽ 9ലേക്ക് പ്രവേശിക്കാം. സാറേ, ഗ്രാമ്യ സംഘടന എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ നിന്ന് കിട്ടുന്ന സമസ്ത സുഖങ്ങളും ഗ്രാമത്തിൽ നമ്മളിപ്പോ അനുഭവിക്കുന്ന സുഖം നമ്മുടെ ചുറ്റുപാടുമുള്ള ഗ്രാമാന്തരീക്ഷത്തിൽ സ്വീകരിക്കണം. ടൗണും വലിയല്ലേ സാറേ? ഗ്രാമം എന്ന് പറയുമ്പം ആ ചുറ്റുപാടെന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളോ? അല്ല, എന്തുവാ ചുറ്റുപാടെന്നുള്ള അർത്ഥമാണ് പ്രധാനമായും വേണ്ടത്. അല്ലാതെ പട്ടണം അല്ലെങ്കിൽ നഗരം അങ്ങനെ വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഗ്രാമത്തിന് സാറേ, ഗ്രാമത്തിന് ഇന്ദ്രിയങ്ങൾ എന്നുണ്ടോ അർത്ഥമുണ്ട്? ഇന്ദ്രിയങ്ങൾക്ക് കൂട്ടം, ഗ്രാമം എന്ന വാക്കിന് കൂട്ടം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത്രേ ഉള്ളൂ. വീടുകൾ ഒന്നിച്ചു കൂടുക, സ്ഥലങ്ങൾ ഒന്നിച്ചു കൂടുക, ജനങ്ങൾ ഒന്നിച്ചു കൂടുക, ഇന്ദ്രിയങ്ങൾ ഒന്നിച്ചു കൂടുക, ഇങ്ങനെയുള്ള ഈ കൂട്ടത്തിന് വരെ ഗ്രാമം എന്ന വാക്കിന് ശരിയായ അർത്ഥം കൂട്ടം എന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾ ഒന്നിച്ചു കൂടി എവിടെ വസിക്കുന്നു അവിടെ ഗ്രാമമായി, അത്രേ ഉള്ളൂ.
അപ്പൊ ഇവിടെ ഒരു കൂട്ടം ഒരു സമൂഹത്തിന്റെ ഇതാണ് ഗ്രാമത്തിന് കൊടുത്തിരിക്കുന്നത്. അതെ, അതിൽ നിന്ന് കിട്ടുന്ന ഏത് സുഖങ്ങളും. സുഖം. ഓക്കെ. ലക്ഷ്മണോപദേശം മുഴുവൻ ഇവിടെ ഉണ്ടല്ലോ സാറേ. അത് മുഴുവൻ അതുപോലെ വന്നിട്ടുണ്ട്. ലക്ഷ്മണോപദേശം നല്ല സുന്ദരമായിട്ടുണ്ട്. അതെ, അത് തന്നെ എടുത്തെടുത്ത് പിന്നെയും പിന്നെയും പറഞ്ഞു. എഴുത്തച്ഛന് ഓരോ വരികളും നമ്മൾ രാമായണം വായിക്കുമ്പോൾ ഓർക്കുന്ന പോലെ ഇതിങ്ങനെ ഓർമ്മയാക്കി. പിങ്കളയുടെ കഥ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുമാണ്, നമുക്ക് അറിയാവുന്നതുമാണ്. പക്ഷെ അത് അബ്ദാർത്ഥേന ഹരിം അത് പഠിച്ചിട്ടുള്ളതാ. അതെ, അബ്ദാർത്ഥേന ഹരിം പ്രസന്നമൊക്കെ ഇതിനൊരു സുന്ദരമായ കാവ്യമാക്കി ഉള്ളൂര് മാറ്റിയിട്ടുണ്ട്. അതെ അതെ, പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആ പിങ്കള എത്ര മനോഹരം പറയാം. എന്തെങ്കിലും അർത്ഥം തുടങ്ങി വെക്കാം. പരിഗ്രഹോ ഹി ദുഃഖായാം യദ്യത് പ്രിയതമം നൃണാം അനന്തം സുഖമാപ്നോതി തദ്വിദ്വാൻ യസ്ത്വകിഞ്ചനഃ. പരിഗ്രഹോ ഹി ദുഃഖായാം യത് പ്രിയതമം നൃണാം മനുഷ്യർക്ക് യത് പ്രിയതമം യാതൊന്നാണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ പരിഗ്രഹം സ്വീകരിക്കൽ ദുഃഖത്തിന് വേണ്ടി മാത്രം. എന്തെന്താണോ മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടതമമായുള്ള വസ്തുക്കൾ സ്വീകരിക്കുന്നത് അത് ദുഃഖത്തിന് വേണ്ടി മാത്രമേ ആവുകയുള്ളൂ. അനന്തം സുഖമാപ്നോതി, അനന്തമായ സുഖം പ്രാപിക്കും. തത് വിദ്വാൻ യഹതു അകിഞ്ചനഃ. യഹതു അകിഞ്ചനഃ, അകിഞ്ചനൻ ഒന്നുമില്ലാത്തവൻ. കിഞ്ചനൻ അല്പമുള്ളവൻ, അകിഞ്ചനൻ ഒന്നുമില്ലാത്തവൻ. അകിഞ്ചനായ ഒരുവൻ, ഒന്നിനെയും സ്വീകരിക്കാത്തവനായ ഒരാൾ അനന്തം സുഖം ആപ്നോതി, അനന്തമായ സുഖം പ്രാപിക്കാതെ. പ്രിയപ്പെട്ട വസ്തുക്കൾ എന്തോ അതൊക്കെ നമുക്ക് ദുഃഖം നൽകുന്നതാണ്. തൽക്കാലം അത് പ്രിയമാണ്, അതിന് ഭംഗമുണ്ടായാൽ, വേർപാടുണ്ടായാൽ, ഇല്ലാതെ പോയാൽ, അതിന് എന്തെങ്കിലും അംഗഭംഗങ്ങൾ ഉണ്ടായാൽ, അതിന് പോരായ്മ വന്നാൽ അപ്പൊ ദുഃഖമാകും. കാരണം എന്റെ ഇഷ്ടപ്പെട്ട സാധനമാണ്. ഒരു പൂച്ചയെ ഇഷ്ടപ്പെട്ടു പോയി. ഇന്ന് പൂച്ചയും പറ്റേക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട് വളർത്തുന്നത്. സദാസമയവും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അതിൻ്റെ സുഖ ഐശ്വര്യങ്ങൾ മാത്രം നോക്കി അതിന് എന്തെങ്കിലും ഒരു ചെറിയ പോറലേറ്റ് സങ്കടമായി, ദുഃഖമായി, അതിനെ കൊണ്ട് പിന്നെ ഒടുകയായി. അതിന്റെ വേദന അതിനേക്കാൾ ദുഃഖാക്കുകയായി, അതിന്റെ കരച്ചിൽ അതിനേക്കാൾ ദുഃഖാക്കുകയായി. ഇഷ്ടപ്പെട്ടൊരു സാധനമായിപ്പോ അത്രേ ഉള്ളൂ. ഇതുപോലെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ലോകത്തിൽ ധാരാളം ഉണ്ടാകും. അതേ സമയത്ത് ഒന്നുമില്ലാത്ത ഒരാൾ, വീടില്ല, നാടില്ല, ബന്ധുക്കളില്ല, ആരുമില്ല, തടസ്സമുറി ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഇതിനെക്കുറിച്ച് ഒപ്പിക്കാൻ ഒന്നുമില്ല. യസ്തു അകിഞ്ചനഃ, ആരാണോ അകിഞ്ചനൻ, തത് വിദ്വാൻ, അത് അറിഞ്ഞിട്ട്, വിദ്വാൻ അറിഞ്ഞിട്ട്, സുഖം അനന്തം സുഖമാപ്നോതി, അനന്തമായ സുഖത്തെ, അളവറ്റ സുഖത്തെ പ്രാപിക്കാൻ പറ്റും. ഈ ഒരു തത്വം അവതരിപ്പിക്കാൻ വേണ്ടി ഇനി ഉദാഹരണങ്ങളിലേക്ക് പോകാം. പരിഗ്രഹോ ഹി ദുഃഖായ യദ്യത് പ്രിയതമം നൃണാം അനന്തം സുഖമാപ്നോതി തദ്വിദ്വാൻ യസ്ത്വകിഞ്ചന. പരിഗ്രഹോ ഹി ദുഃഖായ യദ്യത് പ്രിയതമം നൃണാം അനന്തം സുഖമാപ്നോതി തദ്വിദ്വാൻ യസ്ത്വകിഞ്ചനഃ. ആമിഷം പുരരം ജഘ്നുബലിനോയേ നിരാമിഷാം തദാമിഷം പരിത്യജ്യ സസുഖം സമന്തതാം. ഒരു ഉദാഹരണം പറയുക. ആമിഷം,
മാംസത്തോടു കൂടിയ, ആമിഷം മാംസം, ഫാമിഷം മാംസത്തോടു കൂടിയ കുരരം എന്നുള്ളൊരു പക്ഷി വിശേഷമാണ്. ചെറിയ കുയില് പോലുള്ള ചെറിയ പക്ഷികളുടെ ഒരു പേരാണ് കുരരം. അത് പോയ വഴിക്ക് ഇവിടുന്ന് ഒരു ചെറിയ തുണ്ട് മാംസം കിട്ടി, അത് കൊത്തി കൊക്കിലെടുത്തുകൊണ്ട് അതിങ്ങനെ പറന്നു പോവാണ്. ഫാമിഷം കുരരം ജഖ്നു കൊന്നു, ബലിനോ നിരാമിഷ. ബലശാലികളായ മാംസം ചുണ്ടിലില്ലാത്തതായ വേറിയ ചില പക്ഷികൾ വന്ന് ഇതിനെ കൊന്നു. ഇതിന്റെ ചുണ്ടിലിരിക്കുന്ന ഈ മാംസം മോഹിച്ച് എത്രയോ ബലശാലികളായ പരുന്തു വരെയുള്ള പക്ഷികൾ ചുറ്റും കൂടിയിട്ട് ഇതിനെ കൊന്നു. ജഖ്നുഹു എന്നുവെച്ചാൽ കൊന്നു. ബലിനോ ബലശാലികളായവർ, ആരാണോ നിരാമിഷാഹ ആമിഷമില്ലാത്ത. അത് ആമിഷം പരിത്യജ്യ. ഇവിടെ ജഖ്നുഹു എന്നുള്ളതിന് ഉപദ്രവിച്ചു നിർത്താൻ മതി, കാരണം അവിടെ ഇത് മരിക്കപ്പെടുന്നില്ല. തത് ആമിഷം പരിത്യജ്യ, എല്ലാവരുടെയും ശല്യം സഹിക്കാതായപ്പോൾ ഈ കുരരപക്ഷി തന്റെ ചുണ്ടിൽ മാംസം താഴെയിട്ടു. അപ്പൊ ഈ വന്ന ഉപദ്രവിക്കുന്ന പക്ഷികളൊക്കെ അതിന് പുറകെ പോയി. അപ്പോഴോ സുഖം സ്വമവിന്ദത. അപ്പോൾ ആ കുരരപക്ഷിക്ക് എന്ത് സുഖമാണ്? ആരുടെ ശല്യമില്ല, ആരും തന്നെ ഉപദ്രവിക്കാൻ പറ്റില്ല, ആരിൽ നിന്നും ഭയവുമില്ല. ഈ മാംസകഷ്ണം കയ്യിലിരിക്കുന്നിടത്തോളുമാണ് ദുഃഖം. പരിഗ്രഹോഹി ദുഃഖായ. ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് വേണ്ടി സ്വീകരിച്ചു കൊണ്ട് നടന്നാൽ അത് ദുഃഖമാണ്. അതിന് പക്ഷിയുടെ കഥ പറഞ്ഞത് ഓരോ മനുഷ്യരിലും എന്ത് ചെയ്യാം, നമുക്ക് യോജിപ്പിക്കും. ഒരു നയാ പൈസയെങ്കിലും കൂട്ടിവെച്ച് ധനികനാണ്, ധനവാനാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അപ്പോൾ മുതൽ അത് അപഹരിക്കാൻ വേണ്ടി എത്ര വഴികൾ നോക്കി ആൾക്കാർ ചുറ്റും കൂടിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണോ ഒന്നും കയ്യിലില്ലാത്തവനായിട്ട് തീരുന്നത്, അകിഞ്ചനായിട്ട് തീരുന്നത്, അപ്പോൾ ആരും ഒന്നിനും വരിച്ചു. പരമസുഖം ഇതാ. എന്തെങ്കിലും കയ്യിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നതാണ് ദുഃഖത്തിനായി. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചാൽ അളവറ്റ ആനന്ദം സ്വീകരിക്കാൻ കഴിയും. അതിന് ഉദാഹരണം പറഞ്ഞതാണ് കുരരപ്പക്ഷിയെ മറ്റുള്ള പക്ഷികളെ ഉപദ്രവിച്ചത് ഈ മാംസകഷ്ണത വേണ്ടിയാണ്. എപ്പോഴാണോ ഈ പക്ഷി മാംസം തായിട്ടത്, അപ്പൊ പരമസുഖായി, ആരും ഉപദ്രവിക്കാൻ പറ്റും. ഫാമിഷം കുരരം ജഖ്നു ബലിനോ നിരാമിഷാം തദാമിഷം പരിത്യജ്യ സസുഖം സമവിന്ദതാം. ഫാമിഷം കുരരം ജഖ്നു ബലിനോ നിരാമിഷാം തദാമിഷം പരിത്യജ്യ സസുഖം സമവിന്ദതാം. ഈ പക്ഷിയിൽ നിന്നും പഠിച്ച പാഠം ഇതാണ്. കൈവശം വല്ലതും വെച്ചുകൊണ്ട് നടന്നാൽ ഉപദ്രവം ഉണ്ടാകും, കയ്യിലൊന്നുമില്ലെങ്കിൽ സുഖമാണെന്ന് ഈ പക്ഷി ഇതിനെ പഠിപ്പിച്ചു. നമേ മാനാപമാനോസ്തോ ന ചിന്താഗേഹപുത്രിണാം ആത്മക്രീഡ ആത്മരഥം വിചരാമീഹ ബാലവത്. നമേ മാനാപമാനവോ സ്തോന്തസ്തഃ മേ മാനാപമാനവോ നസ്തഃ. എനിക്ക് മാനാപമാനങ്ങൾ ഇല്ല. ന ചിന്ത ചിന്തയുമില്ല. ഗേഹപുത്രനാം വീടും മക്കളും ഉള്ളവർക്ക് മനോവിചാരവും ചിന്ത അതും ഇല്ല. ആത്മക്രീഡ ആത്മാവിൽ കളിക്കുന്നവനും ആത്മരതി ആത്മാവിൽ ആനന്ദിക്കുന്നവനുമായ ഒരാൾക്ക് ബാലവത് കുട്ടിയെപ്പോലെ ഇഹ ഈ ലോകത്തിൽ വിചരാമി സഞ്ചരിക്കും. കുട്ടി, ചെറിയ കുട്ടികൾ, ബാലന്മാർ, അവരിൽ നിന്നും പഠിച്ചൊരു പാഠമാണ്. അവർക്ക് മാനാപമാനങ്ങൾ ഒന്നുമില്ല. വസ്ത്രം കൊടുക്കണമെന്നില്ല, എടുത്തില്ലെങ്കിൽ ഒന്നുമില്ല. കൊച്ചുകുട്ടികൾക്ക് അങ്ങനെയാണ്. മാനവുമില്ല, അവമാനവുമില്ല. വസ്ത്രം ഉടുക്കുന്നുണ്ട് മാനം, ഉടുക്കായിരുന്നാൽ അവമാനം, ഒന്നുമില്ല. പണ്ടൊക്കെ അങ്ങനെയാണ്. 4-5 വയസ്സുവരെ വസ്ത്രമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഓടിച്ചാടുന്ന കളിക്കും.
അതേപോലെ വീടും മക്കളുമുള്ളവർക്ക് ചിന്തയും മനോവിചാരങ്ങളും അന്യരിൽ നിന്ന് മാനവും അവമാനവും ഉണ്ടായെങ്കിൽ മാത്രമേ സുഖദുഃഖങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുണ്ടാകുന്നെങ്കിൽ സുഖവുമില്ല ദുഃഖവുമില്ല. വീടും കുട്ടികളും ഒക്കെ ഉള്ളവർക്ക് ഉണ്ടാകുന്ന ചിന്തയും എനിക്കില്ല, ഇതെന്റെ വീടാണ് എന്നുള്ള ചിന്തയൊന്നും ഈ കുട്ടികൾക്കില്ല. അവർക്ക് എല്ലാ വീടും ഒരുപോലെയുള്ളൂ. ആത്മാനന്ദത്തിൽ മാത്രം കളിച്ച് പ്രകാശിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ കുട്ടികളെ പോലെ ഈ ലോകത്തിൽ അങ്ങനെ സഞ്ചരിച്ചു പോകാം. ആരോടും വലിയ അടുപ്പമോ ആരോടും വലിയ അടുപ്പക്കുറവോ ഇത് രണ്ടുമില്ല. അതേപോലെ എനിക്ക് ഈ ലോകത്തിൽ അങ്ങനെ സഞ്ചരിച്ചു പോകാം. എന്റെ വിനോദം എന്റെ ആത്മാവാണ്, എന്റെ ആനന്ദവും എന്റെ ആത്മാവാണ്. ആത്മക്രീഡ ആത്മരതി ഇത് രണ്ടും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് കളിക്കാൻ ആരും വേണ്ട, താനെ തന്നെ ഇരുന്ന് കളിക്കും. മാനാവമാനജ്ഞാനവും അവർക്കില്ല. ഇത് രണ്ടും കുട്ടികളിൽ നിന്നും ബാലന്മാരിൽ നിന്നും ഞാൻ പഠിച്ചു. ഇവിടെ ബാലൻ ഗുരുവാണ്, കുരരപക്ഷി ഗുരുവാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിനോട് മമതയോ മാനാവമാനങ്ങളോ ഒന്നുമില്ല. ആരും ഇല്ലെങ്കിൽ തന്നെ ഇരുന്ന് കളിക്കും, കൂട്ടുകാരുള്ള അവരോട് കൂടി ഇരുന്ന് കളിക്കും. ഇത്തിരി കഴിഞ്ഞാൽ കളിയിൽ അമ്മതിയൊക്കെ അവർ പോകും. ആ കളിപ്പാട്ടത്തിനുള്ള താല്പര്യം അപ്പോൾ മാത്രമേ ഉള്ളൂ. ഇത്തിരി കഴിഞ്ഞാൽ അതില്ല. ഒന്നിനോടും പ്രത്യേക സ്ഥാപിത താല്പര്യമില്ല. എല്ലാം വിട്ടുകളയും, എല്ലാം സ്വീകരിക്കും. ഇങ്ങനെ പോകുന്ന ആണ് കുട്ടികൾ. അതുകൊണ്ട് ആ കുട്ടികളെ പോലെ മേ മാനാവമാനവോ നസ്തഃ ഏകപുത്രണം ചിന്താന ആത്മക്രീഡ ആത്മരതി വിചരാമീഹ ബാലവത് നമേ മാനാവമാനോസ്തോ ന ചിന്താഗേഹപുത്രണം ആത്മക്രീഡ ആത്മരതിർ വിചരാമീഹ ബാലവത് നമേ മാനാവമാനോസ്തോ ന ചിന്താഗേഹപുത്രണം ആത്മക്രീഡ ആത്മരതിർ വിചരാമീഹ ബാലവത് ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലുതോ യോ വിമുക്തോ ജഡോ ബാലോ യോ ഗുണേഭ്യ പരംഗതഃ. ദ്വാവയവ രണ്ടുപേർ മാത്രമാണ് ചിന്തയാ മുക്തൗ ചിന്തയിൽ നിന്ന് മോചിച്ചവർ. പരമാനന്ദ ആപ്ലുതോ പരമാനന്ദത്തിൽ മുങ്ങിയവരായിട്ട്. ആരാണ്? യോ വിമുക്തോ ജഡോ ബാലോ യോ ഗുണേഭ്യ പരംഗതഃ. വിമുക്തൻ അറിവില്ലാത്തവൻ, ജഡൻ ഒന്നിനും വേണ്ടി പ്രവർത്തിക്കാത്തവൻ, ബാലൻ അവനും ഗുണേഭ്യ ഗുണങ്ങളിൽ നിന്നും പരം അപ്പുറത്തിരിക്കുന്ന ഈശ്വരനെ ഗതഃ പ്രാപിച്ചവനും യഹ യാതൊരുവനോ അവനും. ഇത്രയും പേര്. പാലകന് മാനാവമാനമില്ല, ആത്മജ്ഞാനവും ഇല്ല. മാനാവമാനം ഇല്ലാത്തത് കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാകണമെന്നത് സാധിക്കുന്നില്ല. പിന്നെ എന്തൊരു സംഗതിക്കാണ് ഈ ബാലകന്റെ ഉപമ? മാനാവമാനമില്ല, പക്ഷെ ആത്മജ്ഞാനവും ഇല്ലല്ലോ. പക്ഷെ ആ മാനാവമാനം ഇല്ലെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടാകണ്ടേ? പിന്നെ എന്തിനു ബാലനോട് ഉപമിച്ചു എന്നാണെങ്കിൽ രണ്ടുപേർക്ക് മാത്രമേ വിചാരമില്ലാത്തവരുള്ളൂ. ആ രണ്ടുപേർ മാത്രം പരമാനന്ദത്തിൽ മുഴുകിയവരാണ്. അവരിലെ ഒരാൾ കളിയിൽ ആസക്തനാണ്, ഒന്നും അറിയാത്തവനായ ബാലൻ. അവന്റെ ആസക്തി കളിയിൽ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും അവൻ അറിയില്ല. മറ്റേയാള് സത്വരജസ്തമോ ഗുണങ്ങളെയും ഗുണകാര്യങ്ങളെയും കടന്ന് ജഗന്നിയന്താവായ ആത്മാവിനെ അറിയുന്ന ജ്ഞാനി. ബാലനും ജ്ഞാനി. ബാഹ്യചിന്തകളില്ലാതെ ഒന്നിലും ശ്രദ്ധയില്ലാതെ ഇരിക്കുക എന്നത് ബാലകന്റെ ഉപമ കൊണ്ട് കാണിക്കാം. ജ്ഞാനപൂർവം വിഷയങ്ങളിൽ താല്പര്യമില്ലാതെ ആകുമ്പോൾ ഗുണാതീതനായ ഈശ്വരനെ അറിഞ്ഞ് ഭേദബുദ്ധി ഇല്ലാണ്ടാകും. അപ്പോൾ പരമാനന്ദം ഉണ്ടാകും. അതുകൊണ്ട് ജ്ഞാനിക്ക് വിഷയചിന്തയ്ക്ക് അവകാശമില്ല. ജ്ഞാനിക്കും വിഷയചിന്തയില്ല, ബാലനുമില്ല.
രണ്ടുപേർക്കും വിഷയചിന്തകളില്ല. ദ്വാവീവ ചിന്തയാമുക്തവും. അതുകൊണ്ട് രണ്ടുപേരും പരമാനന്ദത്തിൽ മുഴുകിയവരാണ്. ബാലൻ എപ്പോഴും ആനന്ദം മാത്രമേ ഉള്ളൂ, അവന് കളി മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. പക്ഷേ ഏറ്റവും വലിയ യോഗിക്കും എന്ത് മാത്രമേ ഉള്ളൂ? ആനന്ദം മാത്രമേ ഉള്ളൂ. അയാൾക്ക് ഒറ്റ കളിയുള്ളൂ, ഈശ്വരനോട് ചേർന്ന് മാത്രം. അതേ സമയത്ത് വിമുക്തൻ, ജഡൻ, ബാലൻ ഇവരൊക്കെ ഗുണേഭ്യ പരംഗത, ത്രിഗുണങ്ങളുടെ അപ്പുറത്തേക്ക് പോയവരാണ്. അതുകൊണ്ട് അവർക്ക് വിഷയചിന്തയ്ക്ക് അവകാശമില്ല. അല്ലാത്തവരാണ് വിഷയചിന്തയുടെ പുറകെ പാഞ്ഞു പോകുന്നത്. ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലതൗ യോ വിമുക്തോ ജഡോ ബാലോ യോ ഗുണേഭ്യ പരം ഗതാം. ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലതൗ യോ വിമുക്തോ ജഡോ ബാലോ യോ ഗുണേഭ്യ പരം ഗതാം. അവിടെ കൊണ്ട് ആ വിഷയം തീർന്നിട്ട് അടുത്ത ഒരു കുമാരിയുടെ കഥയിലേക്ക് കിടക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം എടുക്കാൻ നമ്മുടെ സമയം ആയല്ലോ. തർക്കയില് എന്തെങ്കിലും ആശങ്കയാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പ്രസംഗിക്കാം. ആമിഷം എന്ന് പറഞ്ഞാൽ മാംസം എന്നാണോ സാറേ? ഏതാ? സാമിഷം മാംസം. ആമിഷം. ആമിഷം മാംസം. ആ, ഓക്കേ. ആമിഷം മാംസത്തോട് കൂടിയത്. ആ, ഓക്കെ ഓക്കെ. നിരാമിഷം മാംസം ഇല്ലാത്തത്. ഈ കുരപക്ഷി ഫാമിഷനാണ്, കാരണം മാംസത്തോട് കൂടിയാ പോയിട്ട്. ആ, ഓക്കെ, മനസ്സിലായി. അത് കളഞ്ഞപ്പോ നിരാമിഷനായി. അപ്പൊ പിന്നെ ഒരു ദുഃഖമില്ല. അച്ഛനില്ലെങ്കിൽ നമുക്ക് പ്രസംഗിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. നമസ്കാരം. നമസ്കാരം.